അപ്പൊ എന്തായി? ഞാൻ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എടുത്തു. ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എടുത്തു കൊണ്ടുവന്നതാ. ഇതിങ്ങോട്ട് നീ ഇറക്കുമ്പോഴാണ് ഈ സാധനങ്ങളൊക്കെ കണ്ടത്, ഞെട്ടിപ്പോയി. ഇനി നിങ്ങൾ എനിക്ക് ഗിഫ്റ്റ് തരിക. അവര് ഓണത്തിന് തിരുവോണത്തിന് നല്ലൊരു സദ്യ തരും. നമ്മൾ ചെറിയ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവാ. നമ്മളിതൊരു ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ സർപ്രൈസ് ആയിട്ട്. ഓ, ചെറിയ സർപ്രൈസ് ആയി പോയില്ല. അപ്പോൾ എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹം സാക്ഷാത്കരിക്കാൻ വേണ്ടി പോവാണ്. കേൾക്കുമ്പോൾ ചെറുതായിട്ട് തോന്നിയെങ്കിലും എനിക്കിത് വലിയൊരു കാര്യമായിട്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അന്ന്. എനിക്കാണെങ്കിൽ ഏത് മോഡലാണ് എടുക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചത് ബേസ് മോഡൽ, അതായത് ഒരു ഓഫർ ഇട്ടിട്ടുള്ള മോഡൽ എടുക്കാമെന്നാണ്. പക്ഷേ ഈ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് കുറച്ചുകൂടി പൈസ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു ബ്രാൻഡിൻ്റെ തന്നെ നല്ല മോഡൽ എടുക്കാമെന്ന്. അങ്ങനെ എൻ്റെ മനസ്സ് ഞാൻ അതിലേക്ക് മാറ്റി നല്ല മോഡൽ തന്നെ സെലക്ട് ചെയ്തു കേട്ടോ. സംഭവം നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫിനാൻസിൻ്റെ കാര്യങ്ങളും കൂടി ഒന്ന് നോക്കിയാൽ മതി. ഫിനാൻസ് റെഡി ആയി കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും കൊണ്ടുപോകുള്ളൂ അല്ലേ? ഞങ്ങളിവിടെ കൊണ്ട് നിർത്തി ഗൈസ്. ഇനി ഇവിടെ കുറച്ച് നേരം ഞങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കാം. ഞങ്ങൾ എറണാകുളത്ത് വന്നിട്ടുള്ളൂ. അപ്പോൾ നല്ല ക്ഷീണമുണ്ട്. അവിടെ നിന്ന് പോകുന്നു കഴിഞ്ഞപ്പോൾ തന്നെ സീറ്റൊന്നും രണ്ട് നിന്നിട്ടൊക്കെ വന്നേ. അയ്യോ, എന്നെ കാണിക്കല്ലേ, എന്നെ കാണിക്കില്ല. ഷോപ്പ് ക്ലോസിങ് ടൈം ഒരു 9 മണിയായിരുന്നു കേട്ടോ. ഞങ്ങൾ കറക്റ്റ് ഒരു 8:30 ആകുമ്പോഴേക്കും ട്രെയിൻ ഇറങ്ങി. പിന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടപ്പുറത്തായിരുന്നു ഷോപ്പ് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് തന്നെ രക്ഷപ്പെട്ടു. അപ്പോൾ അമ്മയ്ക്ക് ഫ്രിഡ്ജ് ഞാൻ എടുക്കും. എടുത്തു കഴിഞ്ഞാൽ അമ്മയ്ക്കൊരു ഹാപ്പിനെസ് നോർമലായിരിക്കും. സർപ്രൈസ് ആവുമെന്ന് തോന്നുന്നു, എന്നാലും നോർമലായിരിക്കും. പക്ഷേ വാഷിംഗ് മെഷീൻ അമ്മ ഞാൻ എടുക്കുന്നത്. ഫ്രിഡ്ജ് എടുക്കണ പറഞ്ഞിട്ടുണ്ടോ നീ? അമ്മ ഇങ്ങോട്ട് പറയാ ചെയ്തത് എടുക്കണം എന്നുള്ളത്. നാശമായിട്ടിരിക്കുന്നുണ്ട് ഒരു ഫ്രിഡ്ജ്. അപ്പോൾ വാഷിംഗ് മെഷീൻ എടുക്കുന്ന പക്ഷെ ശരിക്കും പറഞ്ഞാൽ വാഷിംഗ് മെഷീനാണ് സർപ്രൈസ്. രണ്ടും കൂടെ ഒരുമിച്ച് കിട്ടുമ്പോൾ സർപ്രൈസ് ആവില്ല എന്തായാലും. പെട്ടെന്നൊരു വണ്ടിയിൽ രണ്ടും കൂടെ ഇറങ്ങി വരുമ്പോൾ രണ്ടാഴ്ച നിൽക്കുന്ന എനിക്കത് വീഡിയോ എടുക്കുന്നുണ്ട്. ത്രില്ഡ്. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഞാനിനി ഇവിടെ നിന്ന് കയറുമ്പോൾ വിളിക്കാം. അമ്മേനെ വിളിക്കണ്ട. ഓക്കെ ഓക്കെ ശരി. മോള് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയതാണ്. ഫിനാൻസിൻ്റെ ആൾ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് കിട്ടുമില്ല എന്നുള്ള കാര്യങ്ങൾ കൂടി നോക്കാം. അല്ല, കിട്ടും എന്തായാലും, കിട്ടാണ്ടിരിക്കില്ല. പക്ഷേ ഏത് പർച്ചേസ് ചെയ്യാന്നുള്ള 2 ബ്രാൻഡ് നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫിനാൻസിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് വേണം ഏതെടുക്കണം എന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. നീ പറഞ്ഞോ. സംഭവം 2 സെറ്റായിട്ടുണ്ട്. അതായത് അല്ല, ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും 2ഉം കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പോയി അല്ല, നാളെ ഉച്ചയ്ക്ക് എത്തുമോ? ബസ്സിൽ കണ്ടു നടക്കാണ് ഗൈസ്. അവിടെ നിന്ന് വരുന്നവരൊക്കെ നോക്കുമ്പോൾ നമ്മുടെ മുഖത്ത് മാത്രം തന്നെ പോയാള് ഇവള് 2000 years later. നാളെ ഫ്രിഡ്ജ് എടുക്കാൻ പോണ്ട. അപ്പൊ ശരിക്കൊരു വാഷിംഗ് മെഷീൻ അല്ല ആവശ്യം. ഫ്രിഡ്ജോ കുറെ പച്ചക്കറി അതിൻ്റെ ഉള്ളിൽ പെടില്ലേ? ഫ്രിഡ്ജിന്റെ വാഷിംഗ് മെഷീൻ ഉള്ള ഫ്രിഡ്ജിന്റെ ഉള്ളിൽ കുറെ പച്ചക്കറി ഉള്ളില്ലേ? അപ്പൊ കുറെ സ്ഥലം ഒതുങ്ങിയില്ലേ പച്ചക്കറിയുടെ? പിന്നെ ഫ്രിഡ്ജിൽ കുറെ പച്ചക്കറി ഉള്ളു. ഈ കേടുള്ള ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുമോ? അതല്ല, വാഷിംഗ് മെഷീൻ ആകുമ്പോ നമുക്ക് മഴയൊക്കെ പെയ്യുമ്പോ ഉപയോഗിച്ചൂടെ? വാഷിംഗ് മെഷീൻ വേണം, അത് തിരക്കില്ലല്ലോ. ഇപ്പൊ എനിക്ക് തുണികൾ ഞാൻ കഴുകില്ല, ആള് കുറവല്ലേ. 3 ആള് തുണികൾ ഞാൻ ഇപ്പൊ കഴുകുന്നുണ്ട്. കാര്യം അച്ഛൻ്റെ പാൻറ്, ഷർട്ട്, ലിബിയുടെ 2 ജോഡി, അവൻ്റെയും ഒക്കെ കൂടി ആകുമ്പോൾ പറ്റണില്ല. ആദ്യം അപ്പൊ നാളെ എന്തായാലും പോയിരുന്നു ഫ്രിഡ്ജ് നോക്കി നോക്കാൻ വേണമെങ്കിൽ. ഫ്രിഡ്ജ് നോക്കാം. ഫ്രിഡ്ജ് വില കുറവാ ഫ്രിഡ്ജിനിപ്പോ.
ചെറിയ ഫ്രിഡ്ജ് മതി, വെറുതെ കണ്ടമാനം സാധനങ്ങൾ വെക്കണില്ലല്ലോ. അപ്പൊ എന്തിനാ വലിയ ഫ്രിഡ്ജൊക്കെ? ആദ്യം ഇന്ന് ആ ഫ്രിഡ്ജില്ലേ, പഴയ ഫ്രിഡ്ജ്, അത് എന്നോട് പറഞ്ഞത് കൊടുക്കാം. അത് ഓയിലെക്സിലിടാന്ന്. നാളെ വേഗം അതൊക്കെ വാങ്ങും. നാളെ ക്ലീൻ ആക്കി വെക്കി. നാളെ രാവിലെ തന്നെ ക്ലീൻ ആക്കി കിട്ടും. അപ്പൊ നാളെ രാവിലെ തന്നെ ഫോട്ടോ ഇടാം. അപ്പൊ നാളെ തന്നെ ആരെങ്കിലും വന്നാ അവർക്ക് കൊടുക്കാലോ. നാളെ തന്നെ ഞാൻ ഇട്ടപ്പോ തന്നെ മെസ്സേജ് അയച്ചിട്ട് ആൾക്കാർ ചോദിച്ചു. പക്ഷെ അത് കൂടുതൽ മെസ്സേജ് ഒന്നും അയക്കുന്നില്ല. അപ്പോഴേക്കും ഞാൻ പോയില്ലേ. ഐസ്. അപ്പോൾ ഫ്രിഡ്ജ് ഇപ്പോൾ വരും. ഞാനാണെങ്കിൽ രാവിലെ ഏറ്റിട്ടുള്ളൂ. ഫ്രിഡ്ജ് ഇപ്പോൾ വരും. അവിടെ ആണെങ്കിൽ ചിക്കനും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കണ ഭയങ്കര തിരക്കില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ ഇപ്പം വരും എനിക്ക് ഉച്ചയ്ക്ക് മുമ്പ് എത്തുന്ന എനിക്കറിയായിരുന്നു. അപ്പം ഞാനിങ്ങനെ കിടക്കുന്ന സമയത്ത് അയാൾ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഇത് ലൊക്കേഷൻ അയച്ചതേ. അപ്പോൾ ഞാനാണെങ്കിൽ ആകെ അന്താളിച്ചിരിക്കുകയാണ്. പിന്നെ മാത്രമല്ല പഴയ ഫ്രിഡ്ജ് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് പുതിയ ഫ്രിഡ്ജ് എടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു 1000 ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ട്. പഴയ ഫ്രിഡ്ജ് യൂസ് ചെയ്യാണ്ടിരിക്കുക, നാശമായ ഫ്രിഡ്ജാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ അതിന് തിരക്കിലാട്ടോ, കാണിച്ചു തരാം. ഇനി മുതൽ കാണാൻ പോകുന്നത് നല്ല നാടകീയമായ രംഗങ്ങളാണ്. എൻ്റെ അഭിനയത്തിൻ്റെ നെക്സ്റ്റ് ലെവൽ കേട്ടോ. ഞാൻ ഇന്നലെ അമ്മോട് പറയണ കേട്ടില്ലേ, ഫ്രിഡ്ജ് ഓയിലെക്സിൽ ഇങ്ങനെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും നോക്കാൻ വരുന്നത്. അപ്പം ഞാൻ ഇന്ന് രാവിലെ എണീറ്റ വഴിക്ക് ഞാൻ താട്ടോ പറഞ്ഞത്, ഓയിലെക്സിൽ ഞാൻ ഇന്നലെ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജ് നോക്കാൻ ആൾക്കാർ വരും, അപ്പോൾ ചിലപ്പോൾ അവർ എടുക്കും. അപ്പോൾ ഫ്രിഡ്ജ് ഫുള്ള് ക്ലീൻ ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ രാവിലെ തന്നെ തകൃതിയായി ഫ്രിഡ്ജ് ക്ലീൻ ആക്കലായിരുന്നു കേട്ടോ. ഇതാണെങ്കിൽ 10-14 വർഷം പഴക്കമുള്ളൊരു ഫ്രിഡ്ജാണ്. 2 വർഷം മുമ്പ് വരെ ഇതിനൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പം 2 വർഷമായിട്ട് നാശമായിട്ടിരിക്കുകയാണ്. പിന്നെ ഗ്യാസ് ലീക്കാണ് പ്രോബ്ലം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നന്നാക്കണമെങ്കിൽ നല്ല പൈസ വരും. അതിനും ബന്ധം പുതിയൊരു ഫ്രിഡ്ജ് എടുക്കണതാണല്ലോ എന്നാലോചിച്ചിട്ട് നന്നാക്കിയില്ല, പുതിയത് വാങ്ങിച്ചുമില്ല. എനിക്കാണെങ്കിൽ എക്സൈറ്റ്മെൻറ്റ് കാരണം പറയണമെന്നുണ്ടെന്നാൽ പറയാൻ പറ്റില്ലല്ലോ, സർപ്രൈസ് അല്ലേ. ഇന്നലെ എടുത്ത ഫോട്ടോ ഓയിലെക്സിലിട്ടു. അന്ന് എടുത്തില്ല ഞാൻ വന്നിട്ട്. അപ്പോ ഓയിലെക്സിലിട്ടപ്പോൾ അവര് കാണാൻ വരുന്നു പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതാ ഇന്നലെ തന്നെ അത് ക്ലീൻ ആക്കാന്ന് പറഞ്ഞേ. രാത്രിയല്ലേ നീ പറയുന്നത്, ക്ലീൻ ആക്കണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും. എങ്ങനെയുണ്ട് എന്റെ മുടി വെട്ടിയത്? എങ്ങനെയുണ്ട് എന്റെ മുടി വെട്ടിയത്? മുടി വെട്ടിയത് കാണുക. പിന്നെ നീ എങ്ങനെയുണ്ട് ചോദിക്കേണ്ട ആവശ്യമില്ല. അച്ഛനെന്താ അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. അച്ഛനെന്താ അഭിപ്രായം? അച്ഛന് ഭയങ്കര അഭിപ്രായം. പറയേ. അതന്നെ അതന്നെ അഭിപ്രായം. ഞാൻ എന്നോട് എന്നോട് ചോദിക്കണ്ടെന്നാണ് അഭിപ്രായം. ഇവിടെ തകൃതിയായി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. എന്നോട് അഭിപ്രായം. എന്തിനാ വൃത്തിയാക്കണേ? മുടി വെട്ടണത്. എന്തിനാ വൃത്തിയാക്കണേ പറയും? വൃത്തിയാക്കണത് ഇത് കൊണ്ടുപോയി പറയേ. വൃത്തിയാക്കണ എന്തിനാന്ന് പറ. പിന്നെ അഴുക്ക് പോയത്. അഴുക്ക് പോയിട്ട് എന്തിനാ? പഴയ ഫ്രിഡ്ജല്ലേ? അഴുക്ക് പോയിട്ട് അത് എന്നെ കടുക്കിട്ട് വെക്കാൻ മനസ്സിലായി. വൃത്തികേടാക്കിയവര് വൃത്തിയാക്കണം. ഈ ഫ്രിഡ്ജ് എങ്ങനെ നാശായേ? അതും കഥ പറഞ്ഞോടത്തെ. അത് ഐസ് നിറഞ്ഞപ്പോ ഒന്ന് റിപ്പയർ ചെയ്യാൻ നോക്കി. അങ്ങനെ സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ട് നോക്കിയപ്പോ ഒന്ന് ഐസിന് തട്ടിയപ്പോ അതിന്റെ ഉള്ളിലത്തെ ഗ്യാസ് പോയി. അച്ഛനാണ് നാശാക്കിയത്. ഹലോ ഗൈസ്. അപ്പോൾ ഇപ്പതാ ആളെത്തും എന്നാണ് പറഞ്ഞത്. എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് സർപ്രൈസൊക്കെ കൊടുക്കാൻ. പക്ഷെ എനിക്ക് സർപ്രൈസ് കൊടുക്കാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. എനിക്ക് നമ്മളെ ഇത്ര നാളും നോക്കി വളർത്തിയത് നമ്മുടെ വീട്ടുകാരാണല്ലോ. സോ അവർക്ക് എന്തെങ്കിലും സർപ്രൈസസ് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഇതാണ്. ഇപ്പം അത്ര അത്യാവശ്യമാണ്. കഴിഞ്ഞൊരു പ്രാവശ്യം അമ്മയ്ക്ക് പനി വന്നിട്ട് ഇരിക്കുന്ന സമയത്ത് ഞാൻ നോക്കിയപ്പോൾ അമ്മ പറഞ്ഞിങ്ങനെ ഡ്രസ്സൊന്നും കഴുകാൻ പറ്റുന്നില്ല, ഡ്രസ്സൊക്കെ പനിയായിട്ട് ഇങ്ങനെ, ഞാൻ അവിടെയാണ് എറണാകുളത്താണല്ലോ, അപ്പോൾ ഡ്രസ്സ് പനിയായിട്ടൊന്നും കഴുകാൻ പറ്റുന്നില്ല, അപ്പോൾ കുറേ കൂടി കിടക്കുക അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വാഷിംഗ് മെഷീൻ എടുക്കണ കാര്യം പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഈ വേണ്ട വാഷിംഗ് മെഷീനൊന്നും വേണ്ട, നമ്മളമ്മമാരങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞു. പിന്നെ ഫ്രിഡ്ജ് എടുക്കണം എന്ന് അമ്മ ഇങ്ങോട്ട് പറഞ്ഞു. കാരണം ഫ്രിഡ്ജ് അത്യാവശ്യമാണ്, സാധനങ്ങളൊക്കെ നാശമാവുന്നുണ്ട്, അപ്പോൾ ഫ്രിഡ്ജ് എടുക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ഓക്കെ എടുക്കാം എന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ ഇരിക്കണ്ടായിരുന്നേ. ഫ്രിഡ്ജ് എടുക്കാൻ പോവാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇങ്ങനെ ഓണത്തിൻ്റെ ഓഫർ ഉണ്ടല്ലോ, അതിൻ്റെ ആ ഫോട്ടോസൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത്
എന്തോലും സർപ്രൈസ് ആയിരിക്കാമല്ലോ എന്ന്. പക്ഷെ എന്തൊരു പണി കിട്ടിയെന്ന് വെച്ചാൽ ഇവിടുത്തെ ടി വി കംപ്ലൈൻറ്റാണ്. ശരിക്കും ടി വി ആണ് എടുക്കേണ്ടിയിരുന്നത്. പക്ഷെ സാറില്ല, ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എടുക്കാം, ഇനി പിന്നെ ടി വി എടുക്കാമല്ലോ. അപ്പോൾ പഴയ ഫ്രിഡ്ജ് എക്സ്ചേഞ്ച് ചെയ്തപ്പോൾ നമുക്കൊരു 1000 ഓഫർ കിട്ടി. അപ്പോൾ അത് ഞാൻ OLX-ലിട്ട ആൾക്കാർ കാണാൻ വരും. അപ്പോൾ അങ്ങനെ കൊടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിന് ക്ലീനിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ അവർ വന്നിട്ട് കാണിക്കാം എന്താവുമെന്ന് എനിക്കറിയില്ല. അത്ര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാണാം. ടെൻഷനായിട്ട് വയ്യ. അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഫ്രിഡ്ജൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഡ്രൈവർക്ക് ലൊക്കേഷൻ അയച്ചു കൊടുത്തു. അപ്പോൾ ആളൊരു 10 മിനിറ്റിനുള്ളിൽ എത്തുന്നു കേട്ടോ പറഞ്ഞത്. നമ്മുടെ പ്രൊഡക്റ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വണ്ടി വരുന്ന സമയമായപ്പോഴേക്കും നല്ല മഴയായിട്ട്. അപ്പോൾ എനിക്ക് കൂടുതൽ ടെൻഷനായി, സർപ്രൈസ് പൊളിയോ എന്നൊക്കെ ആലോചിച്ചിട്ട്. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറക്കണ സമയത്ത് സർപ്രൈസ് പൊളിക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ വണ്ടി എത്തി മോനെ. അങ്ങനെ നമ്മുടെ സാധനങ്ങളുമായി സാരഥി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് നല്ല ടെൻഷനായിട്ട് അപ്പോഴേക്കും എൻ്റെ ഹേർട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പോരാത്തതിന് ശരിക്കും പണി കിട്ടിയത് മഴയാണ്. ഇതാണെങ്കിൽ ഫുള്ള് മറ്റേ ടാർപ്പായി മൂടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനാണെങ്കിൽ അമ്മയുടെ അച്ഛൻ്റെയൊക്കെ ഫേസിലേക്ക് കണ്ടിന്യൂസ്ലി നോക്കുന്നുണ്ട്, ഇവരുടെ എക്സ്പ്രഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ആ ചേട്ടന്മാർ കയറി നിന്നു ഉമ്മറത്തേക്ക്. അപ്പോൾ എനിക്ക് കൂടുതൽ ടെൻഷനായി. കാരണം അവരോ അച്ഛനോട് ഇങ്ങനെ എന്തെങ്കിലും സംസാരിക്കുമോ, അച്ഛൻ നിങ്ങൾ എവിടെ നിന്നാന്ന് ചോദിച്ചാൽ അപ്പം പെട്ടില്ലേ, സർപ്രൈസും പൊളിയും. അപ്പോൾ എനിക്ക് ഫുള്ള് ടെൻഷനായിരുന്നു കേട്ടോ. അച്ഛനാണെങ്കിൽ സാധനം കയറ്റണമല്ലോ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പം അതിന് വേണ്ടി തലയിൽ തോർത്തൊക്കെ കെട്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും അമ്മ എൻ്റെ തലയിൽ മഴ നനയുണ്ടാവുന്നിട്ടൊരു തോർത്തും വെച്ചന്നു. അപ്പം ഇപ്പോഴും അറിയില്ല കേട്ടോ അവർക്ക് സംഭവം. സാധനം തുറന്നിട്ടില്ലല്ലോ, ടാർപ്പായി തുറന്നാലല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അവർ തുറന്ന് തുടങ്ങി എന്ന് തോന്നിയപ്പോൾ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു സാധനങ്ങൾ ഇറക്കുന്ന സമയത്ത് പറയാമെന്ന്. അപ്പോഴാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ്റെ കൂടെ വന്ന ചേട്ടനൊരു പണി പറ്റിച്ചത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആദ്യം തന്നെ സ്റ്റെബിലൈസർ കൊണ്ടുവന്ന് തന്നു. ശരിക്ക് പെട്ടു. അപ്പോഴേക്കും ഇവരിത് എന്താ സാധനം എന്നൊക്കെ ചോദിച്ചു. സ്റ്റെബിലൈസർ. ഞാൻ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എടുത്തു. കൊണ്ടുവന്നതാ. സർപ്രൈസ് ആയില്ലേ? എന്തായിരുന്നു അഭിനയോ? അതിറക്കാനാ നിക്കണേ. ഫ്രിഡ്ജ് കൊണ്ടുപോകാൻ പോയതല്ല. അങ്ങനെ നമ്മുടെ സർപ്രൈസ് സെറ്റായിട്ടോ. രണ്ടുപേർക്കും നല്ല സന്തോഷമായി. അവരൊട്ടും പ്രതീക്ഷിച്ചില്ല. അതന്നെ എനിക്ക് ഭയങ്കര എന്താ പറയുക, വല്ലാത്തൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. അതങ്ങനെ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ അച്ഛനും അമ്മയ്ക്കൊക്കെ എന്തെങ്കിലും സർപ്രൈസ് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആർക്കെങ്കിലും ഇങ്ങനെ സർപ്രൈസ് ഒക്കെ ഇങ്ങനെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അവരുടെ ഒരു ഹാപ്പിനെസ് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം വരില്ലേ? അത് ഒരു പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു, അവരും നല്ല ഹാപ്പി. പിന്നെ അവരെന്നെ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ ഉള്ളിലേക്ക് എന്നെ കയറ്റി വെച്ചു. ഫ്രിഡ്ജൊക്കെ അങ്ങനെ അൺബോക്സ് ഒക്കെ ചെയ്ത് തന്നു കേട്ടോ. പിന്നെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട് ഭയങ്കര ചെറിയ വീടാണ്, കുഞ്ഞു വീടാണ്. പിന്നെ പോരാത്തതിന് പ്രത്യേകിച്ച് എന്താ പറയുക, വെക്കാൻ സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം തൽക്കാലം ഇങ്ങനെ ഹാളിൽ ചുമ്മാ വെച്ചു എന്ന് മാത്രം. പിന്നെ അമ്മയും അച്ഛനും ഫ്രിഡ്ജൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർ പറഞ്ഞു ചെയ്തതിന് ശേഷം പുതിയ ഫ്രിഡ്ജ് എടുത്തു കഴിഞ്ഞാൽ 4-5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഓൺ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചുമ്മാ അതിൻ്റെ ഉള്ളിലത്തെ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറിച്ച് കളഞ്ഞു. ഒരു 8 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഓൺ ആക്കിയത്. പിന്നെ നമുക്കിനി നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ അവർക്ക് എന്താ പറയാനുള്ളതെന്ന് നോക്കാം കേട്ടോ. നിങ്ങൾ പ്രതീക്ഷ? ഞാനും പ്രതീക്ഷിച്ചില്ല. കൊണ്ടുവന്നു ക്യാമറയില് പഴയ ഫ്രിഡ്ജ് കൊണ്ടുപോകാനാണ് വന്നെന്ന് വിചാരിച്ചിട്ട് ഞാൻ കാത്തിരിക്കായിരുന്നു. ഇവിടെ വന്നിട്ട് ഓരോ സാധനങ്ങൾ ഇറക്കുമ്പോഴാണ് ഈ സാധനങ്ങളൊക്കെ കണ്ടത്. ഞെട്ടിപ്പോയി. സന്തോഷായില്ലേ? സന്തോഷം ആയി. ചിങ്ങമാസം 1-ാം തീയതി 1-ാം തീയതി തന്നെ ഗിഫ്റ്റ് കിട്ടി. ഇനി നിങ്ങളെ എനിക്ക് ഗിഫ്റ്റ് തരിക. അത് ഓണത്തിന് തിരുവോണത്തിന് നല്ലൊരു സദ്യ തരും.
അതാ ഗിഫ്റ്റ് ഓണപ്പടിയൊക്കെയല്ലേ ഗിഫ്റ്റ്. ആ നിങ്ങൾ രണ്ടാളും കൂടി എനിക്ക് ഓണപ്പടി എടുത്തു തരിക. അതന്നെ നല്ലൊരു ഓണപ്പടി തരും ചെയ്യും ഞങ്ങൾക്ക്. അതിനേക്കാൾ നല്ലൊരു ഓണപ്പടി ഞങ്ങൾക്ക് ചുളുവില് ഓണസദ്യ തരും. നല്ല ഓണസദ്യ. ഓണസദ്യ തരാം. വീഡിയോ ഇത്രയൊക്കെയുള്ളോ. സർപ്രൈസിങ് അച്ഛൻ അമ്മ. അയ്യോ എന്റെ സാരി ശരിയാക്കണ്ട്. ഞാന് ഇന്നലെ ആദ്യം ഞാനും കൂടിയിട്ടാണ് പോയത്. എന്നിട്ട് അവരെ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്. ശരി ഇതൊക്കെ ഉണ്ടായിണ്ടോ ഇതൊക്കെ പറയണ്ടേ. ലിപിയേട്ടന് സന്തോഷായ? എന്നിട്ട് വാങ്ങിച്ചേ? പറയേ. ഇപ്പൊ വാങ്ങി കൊടുന്നത് ലിപിയേട്ടൻ വാങ്ങിച്ചിട്ടുണ്ട് ഡ്രസ്. അതല്ല വാങ്ങി കൊടുക്കുന്ന സാധനം. എന്തിനു വാങ്ങിച്ചോടുന്നു ഞാൻ എന്തിനാ വാങ്ങിച്ചേ? സന്തോഷായ? ഭംഗിണ്ടോ? അപ്പൊ അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ. മുഖ്യൊക്കെ ശരിയാക്കാണ്ട് സാറില്ല. സർപ്രൈസ് ഞാൻ നോക്കി നിക്കണേ. ഞാൻ രാവിലെ ഞാൻ ഇന്നലെ മുതലേ അഭിനയിക്കന്നെ. അമ്മോട് ഞാൻ അങ്ങനെ ചോദിക്കണ്ട്. ഹായ് പറയ്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് എടുത്ത ക്ലിപ്സാണ് കേട്ടോ ഇത്. ചുമ്മാ ഡ്രസ്സൊക്കെ ഒന്ന് കഴുകി നോക്കി. നമ്മൾ സാംസങ്ങിൻ്റെ ആണ് എടുത്തിട്ടുള്ളത് രണ്ടും, ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും കേട്ടോ. നമ്മൾ മൈജിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ തംബ്നെയിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പെട്ടിയും കൊണ്ട് പോണതാട്ടോ. നല്ല മഴയും പെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ ചുമ്മാ ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് പെട്ടിയായിട്ട് ഇറങ്ങിയതാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആർക്കെങ്കിലും സർപ്രൈസസ് കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും കൊടുക്കുക. കാരണം ആ ഒരു സർപ്രൈസിന് കിട്ടുന്ന നമുക്കുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, അത് ഭയങ്കര വാല്യുബിൾ ആണ് കേട്ടോ.